മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ഭാഗം 2 ഏവർക്കും സ്വാഗതം. അപ്പോൾ ലേഖകൻ്റെ മാതൃഭാഷ കന്നഡമാണ്. എന്നാൽ മകൾ ആ കന്നഡ ഭാഷ സംസാരിക്കുന്നില്ല. കടയിൽ ചെന്നപ്പോൾ സാധനങ്ങൾ വാങ്ങുവാനായി മകൾക്ക് കന്നഡ ഭാഷയിൽ സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തത്. അത് ലേഖകന് ദേഷ്യം വന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക്. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. അതായത് ലേഖകൻ പറയുകയാണ്, മുട്ടുകാലിൽ നടക്കുന്ന പോലെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആദ്യം ഓടി നടക്കുകയല്ല, പതുക്കെ നടക്കുന്നതിന് മുൻപ് കുറേ പ്രക്രിയകളുണ്ട്. പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ച് മുട്ടയിൽ നടന്ന് പിന്നെ പതുക്കെ പിടിച്ചു നിന്ന് അങ്ങനെയാണൊരു കുട്ടി പിച്ച വയ്ക്കാൻ പഠിക്കുന്നത്. അതുപോലെയാണ് ഇദ്ദേഹവും ഭാഷ പഠിച്ചത്. സ്വാഭാവികമായി പഠിച്ചു എന്നാണ് പറയുന്നത്. സരളമായി ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ്. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി വായിക്കാനും എഴുതാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലേഖകൻ പറയുകയാണ്, ലേഖകനാക്കിയത്, അദ്ദേഹത്തിലെ കഥാകാരനാക്കിയത് ഒരുപാട് സാഹിത്യകാരന്മാരുടെ കൃതികളാണ്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞത്. ലേഖകൻ പറയുന്നു, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ലേഖകന് മാതൃഭാഷ. അതുകൊണ്ടാണ് മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചത്. എൻ്റെ മാതൃഭാഷ കന്നഡ, എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. ലേഖകൻ്റെ ഉത്കണ്ഠ, ദേഷ്യം, ഇതിന് രണ്ടിനും കാരണം എന്താണ്? എൻ്റെ മകൾ എൻ്റെ ഭാഷ, എൻ്റെ മാതൃഭാഷ പഠിച്ചില്ലല്ലോ എന്നത്. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ആവിഷ്കാരത്തിൻ്റെ രൂപം. സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത്. അതായത് നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും വ്യക്തമാക്കുന്ന വാഹിനിയാണ് ഭാഷ. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം. നാം ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത് എന്താണോ അത് സംസാരിക്കുക. അതാണ് നാം മറ്റുള്ളവരെ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരശൂന്യതയുടെ അടയാളമാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. 100 കണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലമേതാ എന്നു ഞാൻ ചോദിച്ചു. ചിക്കമംഗ്ലൂരിനടുത്തുള്ളൊരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. അയാളുടെ വാക്ക് കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഇത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അതായത് ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷ, മാതൃഭാഷ ഏതാണോ അതാണ് അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് കൂടുതൽ സംസാരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഏത്? അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ
പഠിച്ചിട്ടില്ല, പകരം ഇംഗ്ലീഷാണ് പഠിച്ചതെന്നുള്ളത്. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മുടെ ഒപ്പമുള്ളപ്പോഴും അന്യരല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ മാതൃഭാഷ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.